പാൾസി ബാധിച്ച മകൻ അഖിൽ. മകന്റെ ചികിത്സയ്ക്കിടയിൽ സ്വന്തം കാഴ്ചശക്തി കൂടി നഷ്ടപ്പെടുക. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുമോ? പക്ഷേ മുട്ടം തുടങ്ങനാട് സ്വദേശിനി ജാസ്മിന് അത് കഴിഞ്ഞു. ദിവസം മുഴുവൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 1.5 വർഷം അടുത്ത് മദ്രാസ് താമസിച്ചു. അപ്പം നമുക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് ഇവൻ്റെ ഒന്ന് ശരിയാകണം. അന്ന് 2 വയസ്സൊക്കെ ഇവനായിട്ടുള്ളൂ. ആ സമയത്താണ് എൻ്റെ കണ്ണിന് നേർവിന് പ്രശ്നം കൂടെ ആകാൻ തുടങ്ങുന്നു എന്നറിയുന്നത്. വേളങ്ങണിപ്പള്ളി വെച്ച് അച്ഛൻ പറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു ജോലി നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ എപ്പോഴും മനസ്സ് വ്യാപൃതയായിട്ടിരിക്കുകയാണെങ്കിൽ ഒത്തിരി വിഷമം വരാതെ മുന്നോട്ട് പോകണം. അങ്ങനെ എനിക്ക് കാഴ്ചയുള്ളപ്പോഴാണ് ഇത് തുടങ്ങിയത്. 2 കിലോ പച്ചരിയിൽ നിന്നും ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കിയായിരുന്നു തുടക്കം. ജാസ്മിന്റെ ജീവിതത്തിന് കൈപ്പുനീരായിരുന്നെങ്കിലും ഉണ്ണിയപ്പത്തിന്റെ മധുരവും രുചിയും എല്ലാവർക്കും ഇഷ്ടമായി. വീട്ടിലെ അടുക്കളയിൽ തുടങ്ങിയ ബിസിനസ് സമീപത്തെ ഒരു ഷെഡിലേക്ക് മാറ്റി. ഇന്നിവിടെ 12 പേർ ജോലി ചെയ്യുന്നു. ദിവസവും 1000 ഉണ്ണിയപ്പ പാക്കറ്റുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അരുവിത്തറ പള്ളിയിലേക്കും ഭരണങ്ങാനം പള്ളിയിലേക്കുമൊക്കെ നേർച്ചയപ്പങ്ങൾ എത്തുന്നത് ജാസ്മിൻ തുടങ്ങിയ അപ്പൂസ് ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നാണ്. ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്നതിന്, എന്തിന് വീട്ടുജോലികൾ ചെയ്യുന്നതിന് പോലും കാഴ്ച പരിമിതി ജാസ്മിന് തടസ്സമായില്ല. ഇന്ന് ഉണ്ണിയപ്പത്തിനൊപ്പം മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളും ഇവിടെ തയ്യാറാക്കപ്പെടുന്നു. 2008 കാഴ്ച കുറയാൻ തുടങ്ങിയപ്പോഴും നമ്മൾ അതിന് മുന്നേ കുറയാൻ തുടങ്ങിയപ്പോൾ നമ്മളെല്ലാ ജോലികളും അടുക്കളയിൽ ചെയ്യുന്ന എല്ലാ ജോലികളും നമ്മൾ കണ്ണടച്ച് പിടിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ജോലികളും പച്ചക്കറി അരിയാനും ചോറ് വയ്ക്കാനും കറികൾ വയ്ക്കാനും ഇറച്ചി ഞുറുക്കാനും എല്ലാം അത്യാവശ്യം ചെയ്യാൻ ഇപ്പം കാഴ്ചയില്ലെങ്കിലും എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ജാസ്മിന്റെ ഭർത്താവ് അജിക്കും അഭിമാനമാണ്. എന്നെ സംബന്ധിച്ച് ജാസ്മിന് കാഴ്ചയില്ലാന്ന് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അത്ര ഹാപ്പിയായിട്ടാണ് അവരെല്ലാവരും, ഞങ്ങൾ 3 പേരും സന്തോഷമായിട്ടാവുന്നത്. പ്രതിസന്ധിയിൽ തളർന്നു പോകുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. ഇങ്ങനെ തളർന്നു പോകുന്നവർക്ക് ജാസ്മിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാകട്ടെ, ഒരു മാതൃകയാവട്ടെ. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിൻസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. അപ്പോൾ ജെയിൻ നമുക്കൊപ്പം ഉണ്ട്. ജെയിനെ, വളരെ ശക്തമായൊരു തീരുമാനം, ഒരുപക്ഷെ ഈ സംരംഭകയാവുക എന്നതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് അതിന് സപ്പോർട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചില്ലറ ധൈര്യമൊന്നും പോരാ. 10-12 പേർക്ക് ജോലി കൊടുത്ത്, അതും ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് കൈയടിക്കേണ്ട ഒരു ജീവിതമാണ് അല്ലേ? എല്ലാവർക്കും സന്തോഷവും പകർന്നു കൊടുക്കുകയാണ് ജാസ്മിൻ, അല്ലേ? തീർച്ചയായിട്ടും ദിവിഷ്, ജാസ്മിനെ പെട്ടെന്ന് പരിചയപ്പെടുത്താൻ ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മൾ അരുവിത്തറ പള്ളിയിലും അതോടൊപ്പം തന്നെ ഭരണങ്ങാനം പള്ളിയിലുമൊക്കെ ചെല്ലുമ്പോൾ അവിടെ നേർച്ചയായി കിട്ടുന്ന ഉണ്ണിയപ്പമുണ്ട്. അത് സാധാരണ ഉണ്ണിയപ്പത്തേക്കാൾ കുറച്ചുകൂടി വലിപ്പം കുറവുണ്ട്. ആ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ്റെ ഈ പ്ലാന്റിൽ നിന്നാണ് ആ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അതാണ് അവരെ ആളുകൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ കാഴ്ച പരിമിതിയുള്ള ആളുകളുണ്ട്, ജന്മന അത്തരം പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, പക്ഷേ ചെറുപ്പത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ഏതാണ്ടൊരു ജീവിതത്തിൻ്റെ ഒരു പാതിയോ അല്ലെങ്കിൽ യൗവനമോ ഒക്കെ പിന്നിട്ടതിന് ശേഷം സമയത്ത് നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുക, അതായത് നമ്മൾ പരിചരിച്ച് വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾക്ക് വെളിച്ചമില്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കാഴ്ചയുടെ എല്ലാ സുഖങ്ങളും തിരിച്ചറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അത് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ജന്മന ഇല്ലാത്ത ഒരു വിഷയത്തേക്കാൾ കൂടുതലാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയെ നേരിട്ട ഘട്ടത്തിലാണ് അവർ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്തരമൊരു മാർഗം തിരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ മകൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നീണ്ടനാൾ ആശുപത്രികൾ കയറി നടക്കുന്നതിനിടയിലാണ് അവരെ കൂടി ഈ രോഗം ബാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിനുശേഷം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരോട് സംസാരിച്ചു. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവർ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ കണ്ണടച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ പരിശ്രമിക്കുമായിരുന്നു. അങ്ങനെ മീൻ നന്നാക്കുമ്പോൾ അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോഴൊക്കെ ഇവർ കണ്ണടച്ചാണ് ഇതൊക്കെ ചെയ്ത് പരിശീലിച്ചു. എനിക്ക് കാഴ്ച നഷ്ടപ്പെടും എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അപ്പോഴത്തേക്കും ഈ ചികിത്സ ലഭ്യമാകുമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിലും അവർ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ കണ്ണടച്ച് വീട്ടുജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ആയിരിക്കാം, ആ ഒരു പരിശീലനമായിരിക്കാം
ആയിരിക്കും അവർക്ക് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോഴും അവർ പറയുന്നത് വീട്ടിൽ ഈ ദോശയും ഓംപ്ലേറ്റും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിമിതിയുണ്ട്. ഇത് വട്ടത്തിൽ കറക്കി വലുതാക്കണം. അപ്പോൾ അതിന് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ബാക്കി എല്ലാ വീട്ടുജോലികളും അവർ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ഭർത്താവ് സഹായത്തിനുണ്ട്. അതിനുശേഷമാണ് ഈ ഉണ്ണിയപ്പ പ്ലാന്റിലേക്ക് എത്തുന്നത്. അവിടെ നടക്കുന്ന എല്ലാ ജോലിയും കാഴ്ചയില്ലെങ്കിൽ കൂടി അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നതും മേൽനോട്ടവും വഹിക്കുന്നതും എന്നുള്ളതാണ്. ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നേരത്തെ അവർ അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയെന്നത് അല്ലേ, അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു കാര്യമാണ്. എന്തായാലും നന്നായി മനോഹരമായി സന്തോഷത്തോടെ ആ ജീവിതം മുന്നോട്ട് പോകട്ടെ. ആ സംരംഭം കൂടുതൽ അല്ലേ വളർന്ന് വലുതാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശരി ജയനെ.